കൊല്ലം കൊട്ടാരക്കര താലൂക്ക് ഓഫീസിലെ സ്ഥലമാറ്റത്തിൽ നിയമ നടപടിയുമായി ഡെപ്യൂട്ടി തഹസിൽദാർമാർ. ക്രമക്കേട് നടന്നെന്ന അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ശുപാർശ പ്രകാരമായിരുന്നു സ്ഥലമാറ്റൽ നടപടി. എന്നാൽ സുതാര്യമായ അന്വേഷണമല്ല നടന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഡെപ്യൂട്ടി തഹസിൽദാർമാർ കോടതിയെ സമീപിച്ചത്. കുറ്റാരോപിതരായ ഉദ്യോഗസ്ഥരിൽ നിന്നും വിശദീകരണം തേടാതെയാണ് നടപടിയെന്നും വിവരം. ഇക്കഴിഞ്ഞ നവംബർ 29-നാണ് കൊട്ടാരക്കര താലൂക്ക് ഓഫീസിൽ നിന്നും 4 തഹസിൽദാർമാരെ സ്ഥലം മാറ്റിക്കൊണ്ട് ലാൻഡ് റവന്യൂ കമ്മീഷണർ ഉത്തരവിറക്കിയത്. മുൻപ് കൈക്കൂലി ആരോപണത്തിൽ കുടുങ്ങിയ തഹസിൽദാർ MK അജികുമാർ, ഡെപ്യൂട്ടി തഹസിൽദാർ V അനിൽകുമാർ, ഡ്രൈവർ T മനോജ് എന്നിവരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും താൽക്കാലിക ഡ്രൈവറെ പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ബാക്കിയുള്ള ഡെപ്യൂട്ടി തഹസിൽദാർമാർക്കെതിരെ നടപടിയുണ്ടാകുന്നത്. റവന്യൂ വിജിലൻസിന്റെ അന്വേഷണം സാധൂകരിച്ച് സംസ്ഥാനതല ഇൻസ്പെക്ഷൻ സ്ക്വാഡ് താലൂക്ക് ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതായാണ് ശുപാർശ റിപ്പോർട്ട്. കൈക്കൂലി ആരോപണത്തിന് കൃത്യമായ തെളിവുകളില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ചില ജീവനക്കാരുടെ മൊഴികളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഉത്തരവ് പ്രകാരം ഭിന്നശേഷിക്കാരനായ ഡെപ്യൂട്ടി തഹസിൽദാർ ഒഴികെയുള്ള 4 പേരെയും ജില്ലയിലെ മറ്റ് താലൂക്ക് ഓഫീസുകളിലേക്ക് സ്ഥലം മാറ്റി. എന്നാൽ കുറ്റാരോപിതരായ ഉദ്യോഗസ്ഥരിൽ നിന്നും വിശദീകരണം തേടാതെയും കൃത്യമായ തെളിവുകളില്ലാതെയും മറ്റു സെഷനുകളിലെ ചില ജീവനക്കാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നതുമാണ് ഉയരുന്ന ആരോപണം. കുറ്റാരോപിതരായ ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്തിരുന്ന ഫയലുകൾ പരിശോധിച്ചില്ല, ആ സെഷനുകളിലെ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയില്ല എന്നത് ചൂണ്ടിക്കാട്ടി നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് ഡെപ്യൂട്ടി തഹസിൽദാർമാർ. നിയമപരമായി ഉദ്യോഗസ്ഥർക്ക് മെമ്മോ നൽകി വിശദീകരണം തേടണം. എന്നാൽ സുതാര്യമായ അന്വേഷണമല്ല നടന്നതെന്ന് കാട്ടിയാണ് ഉദ്യോഗസ്ഥർ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ജനം, കൊല്ലം.